എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 ഫിസിക്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ആണ്. നമ്മുടെ ചാപ്റ്റർ 11 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിന് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ഫസ്റ്റ് പാർട്ട് തെർമൽ എക്സ്പാൻഷനെ പറ്റി അതിൻ്റെ ക്വസ്റ്റ്യൻസും, പിന്നെ രണ്ടാമത്തെ പാർട്ട് ഫേസ് ട്രാൻസിഷൻ, ചേഞ്ച് ഓഫ് ഫേസ് എന്നുള്ള ഫോക്കസ് ഏരിയയിലുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പം മെയിനായിട്ട് നമുക്ക് വരുന്നത് തെർമൽ എക്സ്പാൻഷൻ എന്നായിരിക്കും ഒരുപാട് കൺസെപ്റ്റ് വരുന്നത്. അപ്പം സമയം കളയാതെ നമുക്ക് സിലബസിലേക്ക് കിടക്കാം, പിന്നെ അതിൻ്റെ കൺസെപ്റ്റും ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. അപ്പം 11.5 ടെക്സ്റ്റ് ബുക്കിൽ 11.5 തെർമൽ എക്സ്പാൻഷൻ, അത് കഴിഞ്ഞിട്ട് 11.8 ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അത്രയും മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഈ ചാപ്റ്ററിന്. അപ്പം ഫുൾ പഠിക്കുക, ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിന് മുന്നേ ചെയ്ത ക്ലാസ്സിൻ്റെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഫോക്കസ് ഏരിയൻ്റെ. ഓക്കെ, അപ്പം തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇൻക്രീസ് ഓഫ് സൈസ് ഓഫ് എ ബോഡി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ടെമ്പറേച്ചറായിട്ട്, ഹീറ്റായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ത് തെർമൽ എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ്, ആ സൈസ് എന്നുള്ളത് ലെങ്ത് ആവാം, ഏരിയ ആവാം, വോള്യം ആവാം. ഓക്കെ, അങ്ങനെ സൈസ് ടെമ്പറേച്ചർ കൂടുമ്പം സൈസ് ഇൻക്രീസ് ആവുന്ന ആ ഒരു ഫിനോമിനൺ ആണ് എന്ത് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് എ ബോഡി ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് കോൾഡ് തെർമൽ എക്സ്പാൻഷൻ. ഈ തെർമൽ എക്സ്പാൻഷനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ലീനിയർ എക്സ്പാൻഷൻ, പിന്നെ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, പിന്നെ വരുന്നത് വോള്യം എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ, ആ വേർഡിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ലീനിയർ അതായത് ലെങ്ത്. വെൻ എ സോളിഡ് ഈസ് ഹീറ്റഡ് ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസസ്, ദെൻ ദ എക്സ്പാൻഷൻ ഈസ് കോൾഡ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, അതായത് നമ്മൾ ഒരു സോളിഡിനെ ഹീറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിനെ നമ്മൾ പറയുക ലീനിയർ എക്സ്പാൻഷൻ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അതിൻ്റെ ലെങ്ത് L0 ആണെന്ന് വെച്ചോളൂ. നമ്മൾ അതിന് ഒരു ടെമ്പറേച്ചർ കൊടുത്തപ്പോഴേക്ക്, ഫോർ എക്സാമ്പിൾ നമുക്ക് ΔT ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയിട്ട് എടുക്കാം. അപ്പം അതിൻ്റെ ലെങ്ത്ത് L0 + ΔL, അതായത് ഇപ്പോൾ ഉള്ള ലെങ്ത് എത്രയാണ്? L0 + ΔL ആയിട്ട് ഇൻക്രീസ് ചെയ്തു നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പം ഇത് സംഭവിച്ചിരിക്കുന്നത് എന്താ, എപ്പോഴാണ്? നമുക്ക് പറയാം വെൻ എ റോഡ് ഇസ് ഡയറക്ട്ലി ഹീറ്റഡ്, ദെൻ the length increased by an amount of ΔL. അപ്പം തെർമൽ എക്സ്പാൻഷനിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ΔL എന്നുള്ളത്. ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഒറിജിനൽ ലെങ്ത് ആൻഡ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് ഈ ΔL എന്നുള്ളത് എന്തിനൊക്കെയാണ്? അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിനെയും എത്ര ടെമ്പറേച്ചർ ചേഞ്ച് ആണോ ഉണ്ടായിരിക്കുന്നത് അതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് എഴുതാം ΔL ഈസ് പ്രൊപ്പോർഷണൽ ടു L0 and ΔT. So L0 into ΔT. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ നമുക്കൊരു ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നമുക്ക് പറയാം ΔL is equal to a constant alpha. ഇത് പ്രൊപ്പോർഷണാലിറ്റി ആയിരുന്നു, മനസ്സിലാക്കുക ഡിഫറൻസ്. ഇത് ആൽഫ, നമ്മുടെ ലെറ്റർ ആൽഫ. ഓക്കെ, ആൽഫ ഇൻറ്റു L0 ഇൻറ്റു ΔT. അപ്പോൾ നമുക്ക് ഈ ആൽഫ എന്നുള്ളത് എന്താണെന്ന് നോക്കാം. ആൽഫേൻ്റെ ഇക്വേഷൻ കിട്ടും നമുക്ക്. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ΔL/L0 ഇൻറ്റു 1/ΔT. അപ്പോൾ ഈ ആൽഫ എന്നുള്ള ഈ കോൺസ്റ്റൻറ്റിനെ പറയുന്നതാണ് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It is defined as the increase in length per unit length per degree rise in temperature or per degree increase in temperature. Okay, change in length per unit length. അപ്പം ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? L0. എത്ര ചേഞ്ച് ഉണ്ടായി? ΔL ചേഞ്ച് ഉണ്ടായി. അപ്പോൾ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ് റൈസ് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ആ ചേഞ്ചിൻ്റെ ആ റേഷ്യോ ആണ് എന്ത്? ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ഈ ആൽഫ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആൽഫ കണ്ടുപിടിച്ചിട്ട് എത്ര ലെങ്ത് ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം ഈ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമുക്ക് അവിടെ ക്യാൻസൽ ആവും. പിന്നെ വരുന്നത് എന്താണ്? 1/ΔT. ΔT എന്നുള്ളത് എന്താണ്? ടെമ്പറേച്ചറാണ് അല്ലേ?
അപ്പം ആൽഫ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എൻ്റെ യൂണിറ്റ് എന്താണ് വരിക? പെർ ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 ഓർ കെൽവിൻ റേസ് ടു -1 ആണ് എന്ത് അതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇൻ കേസ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാണ്, പിന്നെ അതിൻ്റെ ആഫ്റ്റർ എക്സ്പാൻഷൻ എത്രയാണ് ലെങ്ത് വരുന്നത് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡെറിവേഷൻ ഒന്നും വേണ്ട അവിടെ. L is equal to L0 into 1 plus alpha delta t. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് ന്യൂമറിക്കൽ വരിക. വളരെ സിമ്പിളായിട്ട് ആൽഫ എന്താണെന്ന് പഠിക്കുക, ഈ ഇക്വേഷൻ പഠിക്കുക, അത്രേ ആവശ്യമുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പം ന്യൂമറിക്കൽ വന്നാൽ നമുക്ക് ചെയ്യണമെങ്കിൽ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് വരിക. ഇനി അടുത്ത എക്സ്പാൻഷൻ എന്താണ്? സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ when a solid is heated and its area increases, then the thermal expansion is called as superficial expansion. അപ്പം നമുക്ക് സപ്പോസ് ഇതിൻ്റെ ഒരു സോളിഡ്, ഒരു റെക്ടാങ്കുലർ സോളിഡ് അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ എടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി ഈസി ആവുക. അപ്പം അതിൻ്റെ ലെങ്ത്, ഒറിജിനൽ ലെങ്ത് L0 ആയിരുന്നു. ഈ ലെങ്ത്തും രണ്ട് സൈഡും L0 എടുത്തിട്ട് ഇത് നമ്മൾ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിന് ലെങ്ത് ചേഞ്ചായി. എത്ര ചേഞ്ചായി? ΔL എമൗണ്ട് ചേഞ്ചായി. അപ്പം നമ്മൾ നേരത്തെ ലീനിയർ എക്സ്പാൻഷൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് ΔA, അതായത് ചേഞ്ച് ഇൻ ഏരിയ, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ഏരിയ ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പം ΔA ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ ആൽഫ അല്ല എടുക്കുന്നത്, ഇവിടെ നമ്മൾ എടുക്കുന്നത് ബീറ്റ ഇൻറ്റു A0 ഇൻറ്റു ΔT, ഓർ ബീറ്റ ഇസ് ഈക്വൽ ടു, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണിത്. ബീറ്റ ഇസ് ഈക്വൽ ടു ΔA ബൈ A0 ഇൻറ്റു 1 ബൈ ΔT. ഈ ബീറ്റ തന്നെയാണ് നമ്മൾ പറയുന്നത് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസ് ഇൻ ഏരിയ പെർ യൂണിറ്റ് ഏരിയ പെർ ഡിഗ്രി ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം ഇവിടെയും ബീറ്റേൻ്റെയും യൂണിറ്റ് എന്തുതന്നെയായിരിക്കും? യൂണിറ്റ് ഓഫ് ബീറ്റ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്താണ്? ഡിഗ്രി സെൽഷ്യസ് റേസ് ടു -1 ഓർ കെൽവിൻ റേസ് ടു -1. എന്തുകൊണ്ടാണ്? ഈ ഏരിയൻ്റെ റേഷ്യോ വരുന്നുണ്ട്, ആ റേഷ്യോ അവിടെ ക്യാൻസൽ ആവും. അപ്പം യൂണിറ്റ് അവിടെ ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഇക്വേഷൻ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഏതാണ്? നമ്മൾ നേരത്തെ ലെങ്ത്തിൻ്റെ കേസിൽ പഠിച്ചതുപോലെ ഇപ്പം ഫൈനലായിട്ട് വരുന്ന ഏരിയ ആഫ്റ്റർ എക്സ്പാൻഷൻ A is equal to, ഇക്വേഷൻ പഠിച്ചിരിക്കണം, A is equal to A0 into 1 plus beta delta t. നേരത്തെ കമ്പയർ, ഒരു ഇക്വേഷൻ പഠിച്ചാൽ മറ്റേത് പഠിക്കാൻ പറ്റും. അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന് L is equal to L0 into 1 plus alpha delta t. ഇവിടെ ഏരിയ എക്സ്പാൻഷൻ വരുമ്പം A is equal to A0 into 1 plus beta delta t. അതേപോലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് എന്ത്? തെർമൽ എക്സ്പാൻഷൻ്റെ വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ഇനി നമുക്ക് അപ്പം അവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യുക? when a substance is heated and if its volume increases then the expansion is called as volume expansion, അല്ലെങ്കിൽ വേറൊരു ടേമാണ് എന്ത്? ക്യൂബിക്കൽ എക്സ്പാൻഷൻ. അപ്പം ഒരു ഒബ്ജക്റ്റിൻ്റെ വോള്യം ΔV എമൗണ്ട് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വോള്യം V0 ആയിരുന്നെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ΔT ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ΔV ഈസ് പ്രൊപ്പോർഷണൽ ടു V0 ΔT, അല്ലെങ്കിൽ ΔV ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു V0 ΔT, അല്ലെങ്കിൽ ഗാമ ഈസ് ഈക്വൽ ടു ΔV ബൈ V0 ഇൻറ്റു 1 ബൈ ΔT. ഇവിടെ ഈ ഗാമ എന്നുള്ളത് എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് വോള്യം എക്സ്പാൻഷൻ. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് വോള്യം എക്സ്പാൻഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ ഇൻക്രീസ് റേഷ്യോ ഓഫ് ഇൻക്രീസിങ് വോള്യം ടു ഒറിജിനൽ വോള്യം പെർ ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. അതാണ് എന്ത്? കോഎഫിഷ്യൻ്റ് ഓഫ് വോള്യം എക്സ്പാൻഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇക്വേഷൻ പറയാൻ പറ്റും. ലാസ്റ്റ് ഉണ്ടാകുന്ന വോള്യം എത്രയായിരിക്കും? V ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ΔT. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ എക്സ്പാൻഷൻ, തെർമൽ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻസ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഒരു ഡെറിവേഷൻ ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞതിലൊന്നും നമുക്ക് ഡെറിവേഷൻ വരില്ല, പക്ഷേ ഒരു ഡെറിവേഷൻ പ്രൂഫ് ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു സംഭവമുണ്ട്. അതാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അതായത് ഈ മൂന്ന് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻസും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം.
ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് L is equal to L0 into 1 plus ആൽഫ ഡെൽറ്റ ടി. ഇപ്പം തന്നെ പഠിച്ചു പോവുക, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററൊക്കെ പഠിച്ച ആൾക്കാരാണ്, പക്ഷേ ഇതൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഇതൊക്കെ ഈസി ചാപ്റ്ററാണ്. ഇപ്പം തന്നെ പഠിക്കുക, വേറെ ഇനി ടൈമൊന്നും ഇല്ല നമുക്ക്. അപ്പം ഞാൻ എഴുതുമ്പോൾ തന്നെ കൂടെ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ L is equal to L0 into 1 plus ആൽഫ ഡെൽറ്റ ടി. അപ്പം L സ്ക്വയർ is equal to, ഞാനിതിന് മൊത്തം സ്ക്വയർ ചെയ്യാൻ പോവാണ്. L0 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ഈ L സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒബ്ജക്റ്റിൻ്റെ 2 ലെങ്ത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്താണ്? ഏരിയ ആണ് അല്ലേ? അപ്പം ഏരിയ ഈസ് ഈക്വൽ ടു ഈ L0 സ്ക്വയർ എന്നുള്ളത് ആദ്യം ഉണ്ടായ ഏരിയ A0 ഒറിജിനൽ ഏരിയ ഇൻറ്റു നമ്മൾ ഇതിനകത്തുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പം A പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട്, ഓക്കെ, A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB. അപ്പോൾ 1 പ്ലസ് 2 ആൽഫ ഡെൽറ്റ ടി പ്ലസ് ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ. ഇതാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം വരുന്നത്. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. L സ്ക്വയർ എന്നുള്ളത് ഏരിയ ആണ്, L0 സ്ക്വയർ എന്നുള്ളതും ഏരിയ ആണ്, പക്ഷേ ഒറിജിനൽ ഏരിയ. ഇനി എടുക്കാൻ പോകുന്നൊരു അസംഷനാണ് ഈ ആൽഫ. സിൻസ് ആൽഫ ഈസ് വെരി സ്മോൾ, വി ക്യാൻ നെഗ്ലെക്റ്റ് ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ. അപ്പം ഈ ടേമിനെ നമ്മൾ നെഗ്ലെക്റ്റ്, ഇവിടെ നമ്മൾ എഴുതണം, നമ്മൾ ഡെറൈവ് ചെയ്യുമ്പോൾ ഇത് എഴുതണം. സിൻസ് ആൽഫ ഈസ് വെരി സ്മോൾ, നെഗ്ലെക്റ്റ് ദ ടേം ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ A is equal to A0 into 1 plus 2 ആൽഫ ഡെൽറ്റ ടി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഒരു ഇക്വേഷനിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്? A is equal to A0 into 1 plus ബീറ്റ ഡെൽറ്റ ടി അല്ലേ? അതെന്താണ്? നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, ഏരിയ എക്സ്പാൻഷൻ അല്ലേ? അപ്പോൾ ഇത് 2 ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പം എന്ത് കിട്ടും? നമുക്ക് A സെയിം ആണ്, A0 സെയിം ആണ്, 1 സെയിം ആണ്, ഡെൽറ്റ ടി സെയിം ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈക്വൽ ആവുക? ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ എന്നുള്ളൊരു റിലേഷൻ നമുക്ക് കിട്ടി. അപ്പം ഇത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാം, പ്രൂവ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. അപ്പോൾ ഒന്നുമില്ല, ലീനിയർ എക്സ്പാൻഷൻ തുടങ്ങുക, പിന്നെ L സ്ക്വയർ L0 സ്ക്വയർ എടുക്കുക, പിന്നെ അതിനെ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുക, നമ്മുടെ മറ്റേ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ റിലേഷൻ കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ L ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ L ക്യൂബ് ഇസ് ഈക്വൽ ടു, ഇപ്പം ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. L ക്യൂബ് ഇസ് ഈക്വൽ ടു L0 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അതെന്താണ്? L0 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് ഇതിൻ്റെ A പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ എഴുതുമ്പോൾ 3 ആൽഫ ഡെൽറ്റ ടി പ്ലസ് 3 ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് ആൽഫ ക്യൂബ് ഡെൽറ്റ ടി ക്യൂബ്. അപ്പോൾ ഇവിടെ ആൽഫ വെരി സ്മോൾ ആയത് കാരണം ഈ ലാസ്റ്റ് 2 ടേംസ് ആൽഫ ക്യൂബ് വരുന്നതും ആൽഫ സ്ക്വയർ വരുന്നതും നമ്മൾ നെഗ്ലെക്റ്റ് ചെയ്യുക. അപ്പം L ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം. നമുക്കിപ്പോൾ വരുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്? L ക്യൂബ് ഈസ് ഈക്വൽ ടു L0 ക്യൂബ് ഇൻറ്റു 1 പ്ലസ് 3 ആൽഫ ഡെൽറ്റ ടി. അപ്പം നെഗ്ലെക്റ്റ് ചെയ്യുന്നത് ആൽഫ ഈസ് വെരി സ്മോൾ. അപ്പം L ക്യൂബ് എന്ന് പറഞ്ഞാൽ വോള്യം അല്ലേ? ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ആ ക്യൂബ് ഡയമെൻഷൻ വരുന്ന എന്തിൻ്റെയാണ്? വോള്യത്തിൻ്റെയാണ്. അപ്പോൾ V ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 പ്ലസ് 3 ആൽഫ ഡെൽറ്റ ടി. അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മൾ പഠിച്ച വോള്യം എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഡെൽറ്റ ടി. അപ്പോൾ ഈ 2 ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പം ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. അപ്പോൾ ഈ റിലേഷനും കിട്ടി, ഗാമയും ആൽഫയും തമ്മിലുള്ള റിലേഷനും കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 2 ഈസ് ടു 3. അപ്പം 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, ഒരു ലോങ് ഡെറിവേഷൻ, പ്രൂവ് ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 2 ഈസ് ടു 3, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് എ റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റ ആൻഡ് ഗാമ, അല്ലെങ്കിൽ റെഡ്യൂസ് ആൻ എക്സ്പ്രഷൻ കണക്റ്റിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള പ്രൂഫാണ്. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിൽ തന്നെ തന്നിട്ടുള്ള ആ
11.8 എന്നുള്ള ആ പാർട്ടിൽ വരുന്ന ഒരു ടേമാണ് തെർമൽ സ്ട്രെസ്. ഇവിടെ ഡെറിവേഷൻ ഒന്നും വേണ്ട, ഡയറക്റ്റ് ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാൻ പോവാണ്. ഫസ്റ്റ് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു മെറ്റൽ റോഡ് ഉണ്ട്. മെറ്റൽ റോഡിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ആവും. അതാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കൂടും അല്ലേ, ലെങ്ത് കൂടും. എക്സാമ്പിൾ നമ്മൾ ബ്രിഡ്ജസ് ഒക്കെ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജോ അങ്ങനെ റോഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, മെറ്റാലിക് റോഡ്സ് ഒക്കെ ആണെങ്കിൽ അത് ഹീറ്റ് ആവുമ്പം ശരിക്കും പറയാതെ ബെൻഡ് ആവും അല്ലേ. അപ്പോൾ അവിടെ ഇനഫ് സ്പേസ് ഇല്ല എന്ന് വെച്ചോളൂ. അതിന് ബെൻഡ് ആവാൻ വേണ്ടിയിട്ട്, അവിടെ എക്സ്പാൻഡ് ആവാൻ വേണ്ടി സ്ഥലം ഇല്ലെങ്കിൽ അതിന് എന്തുണ്ടാവും, തെർമൽ സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, സോ ആ തെർമൽ സ്ട്രെസ് എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നമ്മൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഒക്കെ പഠിച്ചില്ലേ, യങ്സ് മോഡുലസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം സ്ട്രെസ് എന്നുള്ളത് ഇക്വാലൻ്റ് ടു എന്താണ്, ഒരു പ്രഷറിൻ്റെ ഇക്വാലൻ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ അതിൻ്റെ ഫോഴ്സ്, ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സ് അത് എത്രയാണ്, ആ തെർമൽ സ്ട്രെസ് വരുമ്പോഴേക്ക് ആ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ദ റോഡ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി, ഡെറിവേഷൻ വേണ്ട. y a ഡെൽറ്റ എൽ ബൈ എൽ. ഈ y എന്നുള്ളത് എന്താണ്, യങ്സ് മോഡുലസ് ആണ്. ഞാൻ അവിടെ ഹുക്സ് ലോയിൽ പറഞ്ഞത്. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് അത് ഫോക്കസ് ഏരിയയിൽ വരുന്നുണ്ടോ എന്ന്. ഹുക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പറയാണ്ട് പറ്റില്ല. യങ്സ് മോഡുലസ് ഇല്ലാണ്ട് അവിടെ ഒന്നും നടക്കില്ല. അപ്പം ആ മോഡുലസിൻ്റെ ജസ്റ്റ് ടേംസ്, ഒരുപാട് ഡെറിവേഷൻസ് ഒന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് അത് ടേംസൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം. പിന്നെ എക്സാം ഹാളിൽ കയറിയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് പിന്നെ അയ്യോ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ റോഡിൽ ഡെവലപ്പ് ആവുന്ന ഫോഴ്സ് ആണ് എന്ത്, ഈ ഇക്വേഷൻ വെച്ച് y ഇൻറ്റു എ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. ഈ ഡെൽറ്റ എൽ എന്നുള്ളത് എത്ര ഇൻക്രീസ് ഇൻ ലെങ്ത് വന്നു എന്നുള്ളതാണ്. എൽ എന്നുള്ളത് ഒറിജിനൽ ലെങ്ത് ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. നമുക്കിതിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഇവിടെ എന്താണ്, ഒന്നുകിൽ ലെങ്ത് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഏരിയ ചേഞ്ച് ചെയ്യുക അല്ലേ. അപ്പം വെള്ളത്തിൻ്റെ കേസിലാകുമ്പോൾ നമുക്കറിയാം ലിക്വിഡ്സിൻ്റെ വോളിയം ആണ് അല്ലേ. വോളിയം ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആവണം. അതാണ് നമ്മൾ എന്താ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ എന്ന് പറയാം. അപ്പം അനോമലസ് എക്സ്പാൻഷൻ, വാട്ടറിന് ഒരു സ്പെഷ്യൽ ബിഹേവിയർ ഉണ്ട്. ആ സ്പെഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഈ ഒരു 0 to 4 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഓർ 0 to 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത്, ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വെള്ളം കാണിക്കുന്നത്. ഓക്കെ, അപ്പം ദ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ വെൻ ഇറ്റ് ഈസ് കൂൾഡ് ഫ്രം 4 ഡിഗ്രി to 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് നോൺ ആസ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, വോള്യം ഇൻക്രീസ് ചെയ്യുക. വെൻ ഇറ്റ് ഈസ് കൂൾഡ് ഫ്രം 4 to 0 ഡിഗ്രി സെൽഷ്യസ്, അതായത് 4 ഡിഗ്രി ടു 0 ഡിഗ്രിക്ക് നമ്മൾ വെള്ളത്തിനെ തണുപ്പിക്കുമ്പം, അതായത് അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് അല്ലേ. സോ നോർമലി നമ്മൾ കൂൾ ഡൗൺ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, കോൺട്രാക്റ്റ് ആണ് ചെയ്യേണ്ടത്, വോള്യം കുറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, വാട്ടർ വിൽ എക്സ്പാൻഡ്. ഓക്കെ, അത് പ്രത്യേകം പഠിച്ചു വെക്കണം. എക്സ്പാൻഷൻ ഓഫ് വാട്ടർ വെൻ ഇറ്റ് ഈസ് കൂൾഡ് ഫ്രം 4 ഡിഗ്രി to 0 ഡിഗ്രി സെൽഷ്യസ് ഇസ് നോൺ ആസ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാഫ്, 2 ഗ്രാഫ് ഉണ്ട്. ഒന്ന് വോള്യം ടെമ്പറേച്ചർ, മറ്റേത് ഡെൻസിറ്റി ടെമ്പറേച്ചർ ഗ്രാഫുമാണ്. ഇത് ഒരുപാട് പറയാനുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകണേ ഉള്ളൂ, നമുക്ക് ഒരുപാട് സമയമില്ലാത്തത് കാരണം. അപ്പം ഗ്രാഫ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വോള്യം ടെമ്പറേച്ചർ ഗ്രാഫ് നോക്കൂ. വോള്യം എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് പറ്റുന്നത്, ഇത് 4 ഡിഗ്രി 0 to 4 ഡിഗ്രിയിലാകുമ്പോഴേക്ക് നോക്കൂ, ഇങ്ങോട്ട് ഹീറ്റിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഹീറ്റിംഗ് ആണെങ്കിൽ 0 to 4 ഡിഗ്രി വരെ ഹീറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ വോള്യം കുറയാണ്. വോള്യം കുറയാന്ന് പറഞ്ഞാൽ എന്താണ്, കോൺട്രാക്റ്റിംഗ്. അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം നമുക്ക് പറയാം എന്താണ്, വോള്യം 4 to 0 ഡിഗ്രി വരെ കൂൾ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഈ ഗ്രാഫ് ഇങ്ങനെ മേലോട്ടാണ് പോണത് അല്ലേ. അപ്പം വോള്യം അതിൻ്റെത് ഇൻക്രീസ് ആവുകയാണ്. അതാണ് നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ പറയുന്നത്. അതേപോലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പം 4 ഡിഗ്രി ആവുമ്പം അതിൻ്റെ ഡെൻസിറ്റി മാക്സിമം ആവുകയാണ് വെള്ളത്തിൻ്റെ. അതാണ് എന്ത് 1 gram per centimeter cube അല്ലെങ്കിൽ 1000 kilogram per meter cube ആണ് എന്ത് ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പം എപ്പോഴും നമ്മൾ കാൽക്കുലേഷനിലൊക്കെ എടുക്കുന്ന ഡെൻസിറ്റി അത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്
മാക്സിമം അതാണ്, അത് സ്പെസിഫിക് ആയിട്ട് പറയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടർ കൊണ്ടാണ്. ഈ അനോമലസ് എക്സ്പാൻഷൻ്റെ കോൺസിക്വൻസസ്, റിയൽ ലൈഫിലുള്ള കോൺസിക്വൻസസിൽ 2-3 എക്സാമ്പിൾസ് പഠിക്കുക. അത് ഒന്നാണ് എന്ത്, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഹെൽപ്സ് ഇൻ പ്രിസർവിങ് ദ അക്വാട്ടിക് ലൈഫ് ഡ്യൂറിങ് ദ വെരി കോൾഡ് വെതർ. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ പറ്റണം. ഓക്കെ, ആ ഒരു മേലെ ലേക്കിൻ്റെ മേലെയൊക്കെ ഫ്രീസായി കഴിഞ്ഞാലും അതിൻ്റെ തൊട്ട് താഴെയുള്ള ടെമ്പറേച്ചർ ആ ഒരു 4 ഡിഗ്രിയിൽ അങ്ങോട്ട് മെയിൻറ്റെയിൻ ആയിട്ട് നിൽക്കും ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കാരണം. ഓക്കെ, അടുത്ത ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബേസ്റ്റ് ഓഫ് വാട്ടർ പൈപ്പ് ലൈൻസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ക്രോപ്പ് ഡ്യൂറിങ് ദ വെരി കോൾഡ് നൈറ്റ്സ്. ഇതൊക്കെ നമ്മൾ എക്സ്ട്രീം കോൾഡ് വെതർ ഉള്ള കൺട്രീസിലാണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നത്. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. പക്ഷേ ഈ 2 എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ തെർമൽ എക്സ്പാൻഷനിൽ ഇക്വേഷൻസും തിയറിയും പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന്ന് ഷുവറായിട്ടും വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ +1 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയായിരിക്കും. മെയിനായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ, വേറെ എവിടെ നിന്നും അങ്ങനെ ചോദിക്കാറില്ല. അപ്പം ഇപ്പം നമുക്ക് ഫോക്കസ് ഏരിയ കൂടി ഉള്ളത് കാരണം അത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലെത്തത് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ ബ്ലാക്ക് സ്മിത്ത് ഫിക്സസ് അയൺ റിംഗ് ഓൺ ദ റിം ഓഫ് ദ വുഡൻ വീൽ ഓഫ് എ ബുള്ളക്ക് കാർട്ട്. The diameter of the rim and the iron ring are 5.243 meter and 5.231 meter respectively at 27 degrees Celsius. To what temperature should the ring be heated so as to fit the rim of the wheel? അതായത് ഡയമീറ്റർ ഓഫ് ദ റിം ആൻഡ് ദ അയൺ റിങ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളതിനെ ഹീറ്റ് ചെയ്തിട്ട് വീലിലേക്ക് റിമ്മ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം. അതായത് വീലിൻ്റെ ഡയമീറ്ററിലേക്ക് വരണം എന്ത്, റിമ്മിൻ്റെ ഡയമീറ്റർ. അപ്പം റിങ് എത്രയാണ്, റിങ്ങിൻ്റെത് 5.231 ആണ്. അപ്പം 5.243 ആവണം നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എത്ര ഹീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ് തന്നിരിക്കുന്നത്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം T1 നമുക്ക് എന്തെടുക്കാം, T1 is equal to 27 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. ആദ്യത്തെ ലെങ്ത്ത് നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ടെമ്പറേച്ചറിൽ ലെങ്ത് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T1 is equal to 5.231. അപ്പം അതേപോലെ L അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് T2 എത്രയാവണം അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴേക്ക് 5.243 മീറ്റേഴ്സ് ആവണം. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഒറിജിനൽ ലെങ്ത് എത്രയായിരുന്നു, നമുക്ക് ഇതിന് എന്തെടുക്കാം, ഇതാണ് എന്ത് നമ്മുടെ L0 ആണ്. ഇതെന്താണ്, L ആണ്. നമ്മുടെ ഫോർമുല എന്താണ്, L is equal to L0 into 1 plus alpha delta T. അപ്പം L0 into 1 plus alpha into delta T എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, അത്രയേ ഉള്ളൂ. അപ്പം L എത്രയാണ് തന്നിരിക്കുന്നത്, 5.243. ദാറ്റ് ഈസ് equal to 5.231 into 1 plus alpha into T2 minus T1. T2 എത്രയാണ്, T2 നമുക്ക് അറിയില്ല, T2 minus T1 അറിയാം, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ, ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അവർ ആൽഫ തന്നിട്ടില്ല, പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിളിൽ നമുക്ക് ആൽഫ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്, അയേൺ ആണ്. അയേണിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിരിക്കുന്നത് ആൽഫ ഈസ് ഈക്വൽ ടു 1.2 into 10⁻⁻5 per Kelvin. ഓക്കെ, അപ്പം റൈസ് ഇൻ ടെമ്പറേച്ചർ ഓർ പെർ ഡിഗ്രി സെൽഷ്യസും സെയിം ആണ്. റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ ആൻഡ് കെൽവിൻ സ്കെയിൽ ആർ സെയിം. ഓക്കെ, അപ്പം ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് 5.231 into 1 plus 1.2 into 10⁻⁻5 into T2 minus 27. അപ്പം ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ടേം T2 minus 27 is equal to എന്ന് പറഞ്ഞ് കിട്ടും. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, T2 that is equal to 218 ഡിഗ്രി സെൽഷ്യസ് എന്ന്
കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The electrical resistance in ohms of a certain thermometer varies with temperature according to the approximate law R is equal to R0 into 1 plus alpha into T minus T0. The resistance is 101.6 ohm at the triple point of water, 273.16 Kelvin, and 165.5 ohm at the normal melting point of lead, 600.5 Kelvin. What is the temperature when the resistance is 123.4 ohm? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം എടുത്തെഴുതാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് R0 തന്നിട്ടുണ്ട് അല്ലേ. R0 is equal to 101.6. അതേപോലെ T0 എത്രയാണ്? T0 is equal to 273.16 Kelvin. അതേപോലെ രണ്ട് കേസ് തന്നിട്ടുണ്ട്. എന്താണ്? R1 165.5 ആണ് അറ്റ് ദ നോർമൽ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ലെഡ്, അതായത് ആ ടെമ്പറേച്ചർ. അപ്പം R1 is equal to 165.5 ohm when the temperature is 600.5 Kelvin. R2 is equal to 123.4 ohm. We have to calculate the temperature T2. What is the temperature when the resistance is 123.4 ohms? അപ്പം ആ ടെമ്പറേച്ചർ T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആൽഫ തന്നിട്ടില്ല. നേരത്തെ തന്നിരിക്കുന്നത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡാറ്റ എടുക്കണം. പക്ഷേ ഇവിടെ നമ്മൾ ആൽഫ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ R1ഉം T1ഉം ഉള്ള കേസ് എടുത്തിട്ട് അതിൽ നമ്മൾ ആൽഫ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആൽഫൻ്റെ R is equal to നമുക്ക് റിലേഷൻ തന്നിട്ടുണ്ട് ഇവിടെ. അപ്പം R equals R0 into 1 plus alpha into T minus T0. ഈ T എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് 1 എടുക്കാം. ഇത് കേസ് 1ഉം ഇത് കേസ് 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ T എന്നുള്ളത് 600ഉം T0 എന്നുള്ളത് 273 ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 165.5 is equal to 101.6 into 1 plus alpha into 600.5 minus 273.16. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആൽഫേനെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം ആൽഫ ഈസ് ഈക്വൽ ടു 1, ഇതിനെ ബ്രാക്കറ്റൊക്കെ മാറ്റിയിട്ട് 165.5 മൈനസ് 101.6 ഹോൾ ഡിവൈഡഡ് ബൈ 101.6 into 600.5 minus 273.16. ഇതിനെ നമ്മളിങ്ങനെ വെക്കാം. 63 ഇത് ചെയ്ത് കഴിഞ്ഞാൽ 63.9 ഇൻറ്റു 101.6 ഇൻറ്റു 327 ഇൻറ്റു 34 ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഇതാണെന്ത് 327.34. ഓക്കെ, അപ്പം ഇത്രയും ടേംസ് ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ വെക്കുകയാണ്. എന്താ വെച്ചാൽ അടുത്തതിൽ ക്യാൻസലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് വലിയ നമ്പറാണ്, മൾട്ടിപ്ലിക്കേഷനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ R2 123 എടുത്തിട്ട് T0 ഉള്ളത് 101.6. അപ്പം 123.4 is equal to 101.6 multiplied by 1 plus alpha. Alpha എത്രയാണ്? 63.9 divided by 101.6 into 327.34 multiplied by T2 minus T1. ഇതിനെ multiplied by T2 minus T0 ഇവിടെ എന്താ അത് എത്രയാണ്? 273.16. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇതിനെ നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 123.4 is equal to ഇങ്ങനെ കിട്ടും. അപ്പം ദാറ്റ്സ് ഈക്വൽ ടു 101.6 പ്ലസ് 63.9 divided by 327.34
ഇൻറ്റു T2 മൈനസ് 273.16 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്ത് വേണം? ഇനി നമ്മളതിനെ T2വിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യാം. T2വിന് വേണ്ടി നിങ്ങൾ ഇരുന്ന് സോൾവ് ചെയ്യുക. T2 ഈസ് ഈക്വൽ ടു, അപ്പോൾ മെത്തേഡ് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് സമയം ചിലവാക്കരുത്, ഇത്ര വലിയ ഇപ്പോൾ അത്രയും സമയമുള്ള എക്സാമിന്. പക്ഷെ അതിൻ്റെ മോഡൽ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക. അപ്പോൾ T2 ഈസ് ഈക്വൽ ടു, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 384.83 കെൽവിൻ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. മെത്തേഡ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ copper sheet. The diameter of the hole is 4.24 cm at 27 degrees Celsius. What is the change in diameter of the hole when the sheet is heated to 227 degrees Celsius? Coefficient of linear expansion of copper is 1.7 into 10 power minus 5 per Kelvin. അപ്പോൾ തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ്, ഹോൾ ഈസ് 4.24 സെൻറ്റിമീറ്റർ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പം അടുത്തതിലുള്ള 227 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴുള്ള ഡയമീറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കതിൻ്റെ ഏരിയ നമുക്ക് A1 എന്ന് എടുക്കാം. A1 is equal to pi r സ്ക്വയർ ആണ്. അപ്പം ഇവിടെ ഡയമീറ്റർ തന്നിരിക്കുന്നത്. അപ്പം പൈ ഇൻറ്റു d1 സ്ക്വയർ ബൈ 4, പൈ d/2 ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പം പൈ d1 സ്ക്വയർ ബൈ 4 എടുക്കാം. പൈ ബൈ 4 ഇൻറ്റു എത്ര വരും, ഡയമീറ്റർ എത്രയാണ്, 4.24 സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി A2 എന്നുള്ളത് ആ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോഴുള്ളത് പൈ d2 സ്ക്വയർ ബൈ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ. കോഎഫിഷ്യൻ്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. അപ്പം ബീറ്റ ഇതേതാ തന്നിരിക്കുന്നത്, ലീനിയർ എക്സ്പാൻഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിരിക്കുന്നത്. അപ്പം ആൽഫ ഈസ് ഈക്വൽ ടു 1.7 ഇൻറ്റു 10⁻⁻5 കെൽവിൻ (-1). അപ്പം ബീറ്റ എത്രയാണ്, ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. എന്തിനാണ് നമ്മൾ ബീറ്റ എടുക്കുന്നത്, ഇത് ഏരിയ ആണ് അല്ലേ. അപ്പം ബീറ്റ വേണം. അപ്പം ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. അപ്പോൾ 2 ഇൻറ്റു ഇത് കൊടുത്താൽ എത്ര വരും, 2 ഇൻറ്റു 1.7 എത്രയാണ്, 3.4 ഇൻറ്റു 10⁻⁻5 കെൽവിൻ (-1). അപ്പം ഇത്രയാണ് എന്ത്, ബീറ്റ കണ്ടുപിടിക്കാനുള്ളത്. ഇനി ഇൻക്രീസ് ഇൻ ഏരിയ എത്ര വരും നമുക്ക്, ഇൻക്രീസ് ഇൻ ഏരിയ A2 മൈനസ് A1 ഡെൽറ്റ എ, നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ്. അപ്പം A2 മൈനസ് A1 ഇസ് ഈക്വൽ ടു A2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, A2 ഈസ് ഈക്വൽ ടു A1 പ്ലസ് ബീറ്റ A1 ഡെൽറ്റ ടി. ഓക്കെ, അത് എന്താണ്, A1 ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, A2 ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് അത് തന്നെ എഴുതാം, A1 ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡെൽറ്റ ടി. അപ്പം A2 എത്രയാണ്, പൈ d2 സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് 4.24 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ബീറ്റ എത്രയാണ്, 3.4 ഇൻറ്റു 10⁻⁻5 ഡെൽറ്റ ടി എത്രയാണ്, 227 മൈനസ് 27 അല്ലേ. 227 മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ 27 ആയിരുന്നു. അപ്പോൾ ഈ പൈ ബൈ 4 ഒക്കെ ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, d2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 4.24 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ സംഭവം, ഇതിനകത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1.0068. അപ്പം d2 സ്ക്വയർ ഇത് കിട്ടും. അപ്പം d2 ഇസ് ഈക്വൽ ടു 4.2544 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ചേഞ്ച് ഇൻ ഡയമീറ്റർ. വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ഡയമീറ്റർ? സോ ചേഞ്ച് ഇൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഫൈനൽ ഡയമീറ്റർ മൈനസ് ഇനീഷ്യൽ ഡയമീറ്റർ. സോ d2 മൈനസ് d1 ഇസ് ഈക്വൽ ടു 4.2544 മൈനസ് 4.24. ഞാൻ എന്തിനാണ് ഇത്രയും ഡെസിമൽ പോയിൻറ്റ്സ് എടുത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുണ്ടാവും. ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. അപ്പം 0.0144 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടില്ല. അപ്പം സെൻറ്റിമീറ്റർ തന്നെയാണ് അവിടെ നമ്മുടെ ആൻസർ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ,
A brass wire 1.8 meter long at 27 degrees Celsius is held taut with a little tension between two rigid support. If the wire is cooled to a temperature of minus 39 degrees Celsius, what is the tension developed in the wire? If its diameter is 2 millimeter. Coefficient of linear expansion of brass is 2 into 10 power minus 5 per Kelvin. Young's modulus of brass is 0.91 into 10 raised to 11 Pascal. എന്തൊക്കെ തന്നിരിക്കുന്നത്? ബ്രാസ് വയറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. L is equal to 1.8 meter. Delta T, final temperature minus initial temperature. Final temperature minus 39 minus initial temperature 27. അപ്പോൾ നമുക്ക് minus 66 degrees Celsius. ഇനി ആൽഫ തന്നിട്ടുണ്ട്. Coefficient of linear expansion. Alpha is equal to 2 into 10 raised to minus 5 Kelvin raised to minus 1. Young's modulus തന്നിട്ടുണ്ട്. Young's modulus is equal to 0.91 into 10 raised to 11 Pascals. അപ്പം നമുക്ക് ഡാറ്റ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഇക്വേഷൻ അങ്ങ് ഓർമ്മയിൽ വരും. ഞാൻ പറഞ്ഞില്ലേ തെർമൽ സ്ട്രെസ്സിൻ്റെ കേസിൽ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, ഫോഴ്സിൻ്റെ ഇക്വേഷൻ, അതാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ അതിന് ഏരിയ വേണം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ബൈ 4. അതിന് നമുക്ക് അതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, 2 millimeter തന്നിട്ടുണ്ട്, അതിനെ മീറ്റർ ആക്കണം. അപ്പം പൈ 22/7 ഇൻറ്റു ഡയമീറ്റർ 2 into 10 raised to minus 3 meter divided whole square divided by 4 meter square. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എഫിൻ്റെ ഇക്വേഷൻ, നമ്മുടെ തെർമൽ സ്ട്രെസ്സിൻ്റെ കേസിൽ എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു വൈ എ ആൽഫ ഡെൽറ്റ ടി. അപ്പം വൈ എത്രയാണ്? 0.91 ഇൻറ്റു 10 raised to 11. ഏരിയ നമുക്ക് ഇതങ്ങനെ തന്നെ കൊടുക്കാം, എന്തായാലും കാൽക്കുലേഷൻ ഉള്ളതാണ്. അപ്പോൾ 22/7 ഇൻറ്റു 1/4 ഇൻറ്റു 2 ഇൻറ്റു 10 raised to minus 3 the whole square multiplied by ആൽഫ. ആൽഫ എത്രയാണ്? 2 ഇൻറ്റു 10 raised to, ഇതൊറ്റ സ്റ്റെപ്പാണ്, മൾട്ടിപ്ലിക്കേഷനാണ്. 2 ഇൻറ്റു 10 raised to minus 5 multiplied by temperature minus 66. അപ്പം minus 66 degrees Celsius. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എത്ര കിട്ടും? ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും minus 3.77 ഇൻറ്റു 10 raised to 2 Newton എന്ന് കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് ദ ടെൻഷൻ ഡെവലപ്ഡ് ഇൻ ദ വയർ? അതായത് ആ വയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സാണ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ തെർമൽ സ്ട്രെസ്സിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ. അപ്പം വൈ എ ഡെൽറ്റ എൽ ബൈ എൽ, പിന്നെ ആ ഡെൽറ്റ എൽ ബൈ എൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് എന്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചറും ആൽഫാൻ്റെയും ടേമിലാണ് ഈ ഇക്വേഷൻ കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഈ നമ്മൾ തെർമൽ സ്ട്രെസ്സിൽ പറഞ്ഞ ഇക്വേഷനിൽ ഡെൽറ്റ എൽ ബൈ എല്ലും 1/Δt ഉണ്ടായിരുന്നു. അപ്പം അതാണെന്ത്, അതിന് പകരമാണ് ഈ ഒരു ഇക്വേഷൻ ഇവിടെ തന്ന ഡാറ്റ വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The coefficient of volume expansion of glycerin is 49 into 10 raised to minus 5 per Kelvin. What is the fractional change in its density for a 30 degrees Celsius rise in temperature? തന്നിരിക്കുന്ന എന്താണ്? ഗാമ, coefficient of volume expansion 49 into 10 raised to minus 5 degree Celsius raised to minus 1 അല്ലെങ്കിൽ Kelvin raised to minus 1. What is the fractional change in its density for a 30 degree Celsius rise in temperature? അപ്പം ഡെൽറ്റ ടി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 30 degrees Celsius. ഓക്കെ, അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 പ്ലസ് ഗാമ ഡെൽറ്റ ടി. ഓക്കെ, അപ്പം ആ വി എത്ര കിട്ടും നമുക്ക്? V0 ഇൻറ്റു 1 പ്ലസ് ഗാമ 49 ഇൻറ്റു 10 raised to minus 5 ഇൻറ്റു ഡെൽറ്റ ടി 30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.01
147V0 എന്ന് കിട്ടും. ഇനി തന്നിരിക്കുന്ന എന്താണ്, വാട്ട് ഈസ് ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഇറ്റ്സ് ഡെൻസിറ്റി. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോള്യം. ഓക്കെ, അപ്പം മാസ് ബൈ വോള്യം, നമ്മുടെ ആ ചേഞ്ച് ഇൻ ഡെൻസിറ്റി നമുക്ക് കാണണമെങ്കിൽ അതെന്താണ്, എം ബൈ ഈ വോള്യം എത്രയാണ്, ദിസ് ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ 1.0147V0. അപ്പം ഈ എം ബൈ V0 എന്നുള്ളത് എന്താണ്, റോ 0 ആണ് അല്ലേ. അപ്പം നമുക്ക് എന്താ എഴുതാം, ഈ റോ ഈസ് ഈക്വൽ ടു 0.9, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് 1 ബൈ ഇത് കാൽക്കുലേറ്റ് ചെയ്തതാണ് ഈ വാല്യൂ, 0.9855 ടൈംസ് റോ 0 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്, റോ 0 ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ V0. അപ്പം ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഫൈനൽ ഡെൻസിറ്റി മൈനസ് ഇനീഷ്യൽ ഡെൻസിറ്റി അപ്പോൺ ഇനീഷ്യൽ ഡെൻസിറ്റി, അതാണ് എന്ത്. അപ്പം റോ എത്രയാണ് തന്നിരിക്കുന്നത്, അപ്പം റോ മൈനസ് നമ്മുടെ ഇവിടെ എന്താണ് പറ്റുന്നത്, ഇവിടെ ചേഞ്ച് ഇൻ ഡെൻസിറ്റി വരും അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ഡെൻസിറ്റി റോ മൈനസ് 0.9 അല്ലെങ്കിൽ റോ 0 മൈനസ് 0.9855 റോ 0 ഡിവൈഡഡ് ബൈ റോ 0. ഓക്കെ, അപ്പം ആ ചേഞ്ച് വന്നിരിക്കുന്നത് ഈ വാല്യൂ നമ്മൾ എടുത്തിട്ട് ഈ റോ 0നെ മുഴുവൻ നമ്മൾ പുറത്തേക്ക് മാറ്റുക. ഓക്കെ, അപ്പോൾ റോ 0 നമ്മുടെ ഈ റോ 0 മൈനസ് റോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചേഞ്ച് ഇൻ ഡെൻസിറ്റിയാണ്. അപ്പോൾ റോ 0 മൈനസ് 0.9855 റോ 0 ബൈ റോ 0, അതാണ് എന്ത് ആക്ച്വൽ ഡെൻസിറ്റി വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്ത് ആ റോ 0 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം, റോ 0 ഇൻറ്റു 1 മൈനസ് 0.9855 ഹോൾ ഡിവൈഡഡ് ബൈ റോ 0. അപ്പോൾ റോ 0 ക്യാൻസൽ ആവും, നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് 0.9855 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക 0.0145 എന്നാണ്. അപ്പോൾ ഇതാണ് എന്ത്, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി, ഈസി ആയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡിൽ, തെർമൽ എക്സ്പാൻഷനിൽ. ഇനി അടുത്ത പാർട്ടിൽ ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും ഈ അടുത്ത ക്ലാസ്സും കൊണ്ട്. എന്താ വെച്ചാൽ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ തന്നെ നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതിൽ നമുക്ക് ന്യൂമറിക്കലായിട്ടൊന്നും പറയാം ഒരുപാട് വരില്ല ഫോക്കസ് ഏരിയയിൽ നിന്ന്, പക്ഷേ എന്നാലും നമ്മൾ കൺസെപ്റ്റ് പഠിച്ചിരിക്കണം. അപ്പം ആ പാർട്ട് 2 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ പാർട്ട് 2 ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പോഴേക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കുക, പ്രോബ്ലംസ് എഴുതി ചെയ്യുക. കാൽക്കുലേഷന് പുറകെ ഒരുപാട് പോരുത്, വലിയ ഒരുപാട് നമ്പറൊന്നും നമുക്ക് വരില്ല. എന്താ വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതിൻ്റെ മെത്തേഡ് എക്സാമിന് വരുമ്പം ഈസി ആയിട്ടുള്ള നമ്പേഴ്സ് വരും, അതുകൊണ്ട് നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട. ഇപ്പം നിങ്ങൾ മെത്തേഡ് മാത്രം പഠിച്ചു വെക്കുക, നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ എക്സാമിന്. മെത്തേഡ്സ് എല്ലാം നോക്കി വെക്കുക, അങ്ങനെ മെത്തേഡ് നോക്കി വെച്ചാൽ നമുക്ക് വേറൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുമ്പം നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ 11th എക്സാം കഴിഞ്ഞ ഉടനെ 12th ചാപ്റ്റേഴ്സ് നമ്മൾ റെഗുലറായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും പെട്ടെന്ന് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.